നൈൽ നദിയുടെ മറുകരയിൽ താമസിക്കുന്ന ആൾക്കാർ ഒരു ദിവസം മൂപ്പരോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുറച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊന്ന് വന്ന് പാർക്കുമെന്ന് ചോദിച്ചു. യൂസുഫ് നബി ചോദിച്ചു, അപ്പോൾ എന്തിനാ നിങ്ങളെ നാട്ടിൽ പാർക്കണമെന്ന് ചോദിച്ചു. അല്ല, നിങ്ങളവിടെ വന്ന് കുറച്ചാലും പാർത്താൽ അവിടെ എല്ലാവർക്കും നല്ലോണം പൈസ ഉണ്ടാവും എന്നാണ് ഞങ്ങളെ വിചാരം എന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, എന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വരാറുന്നു. അങ്ങനെ പോയി പാർത്തു. ഓൽക്ക് പൈസ ഉണ്ടായി. നൈലിൻ്റെ മറുകരയിലുള്ള ആളുകൾക്ക് മടങ്ങിപ്പോരുന്നതിൻ്റെ മുമ്പാണ് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം നൈലിൻ്റെ മറുകരയിൽ വെച്ചാണ് വഫാത്തായിട്ടുള്ളത്. എന്താ പ്രത്യേകത? കിണറ്റിക്കിട്ട കാരണന്മാർ വന്നന്ന് മൂപ്പര് കസാലയിൽ ഇരുന്നില്ല എന്നുള്ളത് തന്നെ. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം തന്നെ സംഗതി. അതുകൊണ്ട് ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. രക്തബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ബന്ധവും അങ്ങനെ തന്നെയാണ്. അയൽപക്ക ബന്ധം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനം അയൽവാസികൾക്ക് സമ്പത്തിൽ അനന്തരം നൽകണമെന്ന് നബി തങ്ങൾ പറയുമോ എന്ന് ഞങ്ങൾക്ക് തോന്നി എന്ന് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. ഗുരുശിഷ്യ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ബന്ധവും അങ്ങനെ തന്നെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹനീഫത്ത് അൻ-നുഅ്മാൻ റളിയല്ലാഹു അൻഹു, 4 മദ്ഹബിൽ ഒന്നിൻ്റെ ഇമാമായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അബൂ ഹനീഫത്ത് അൽ കൂഫി റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദിൻ്റെ വീടിന് നേരെ കാൽ നീട്ടിയിരുന്നില്ല എന്നാണ്. ഉസ്താദിൻ്റെ പേരൻ്റെ നേരെ, ഉസ്താദിൻ്റെ നേരല്ല. മഹാനായ അബൂ ഹനീഫ ഇമാമിൻ്റെ വീട് കഴിഞ്ഞിട്ട് 7 വീടുകൾക്കപ്പുറത്തായിരുന്നു ഉസ്താദിൻ്റെ വീടുണ്ടായിരുന്നത്. മൂപ്പര പെരയിലിരുന്നിട്ട് ഉസ്താദിൻ്റെ പേരൻ്റെ നേരക്ക് കാല് കിട്ടിയിരുന്നില്ല സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടേ ഓലൊക്കെ വലുതായത്? എന്തുകൊണ്ടേ ഓല് വലിയ ആൾക്കാരായത്? ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് വലുതായത്. അതുകൊണ്ട് ഗുരുശിഷ്യ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകണം. സ്വർഗാവകാശികൾ പരസ്പരം ബന്ധമാണെന്നാണ്. മകനായതുകൊണ്ട് ബന്ധു ആവൂല എന്ന് ഖുർആനിലുണ്ട്. മകനായതുകൊണ്ട് ബന്ധു ആവൂല. ബന്ധു ആവണമെങ്കിൽ സ്വാലിഹിൻ്റെ ബന്ധു സ്വാലിഹും, ഫാസിക്കിൻ്റെ ബന്ധു ഫാസിക്കും, മുഅ്മിനിൻ്റെ ബന്ധു മുഅ്മിനുമാണ്. എവിടെ ഉണ്ട്? നൂഹ് നബിയുടെ കഥയിലുണ്ട് പരിശുദ്ധ ഖുർആനിൽ. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. എല്ലാവരും കപ്പലിൽ കയറി. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ മാത്രം കയറിയില്ല. അവസാനം സയ്യിദുനാ നൂഹ് അലൈഹി ഇസ്ലാമും വിശ്വസിച്ച ആൾക്കാരും കപ്പലിൽ കയറിയിട്ട് ഒഴുകി നടന്നു. ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു. ഭൂമിയിൽ നിന്ന് രക്തം ഉറവ പൊട്ടി. അങ്ങനെ തിരമാലകൾ വാപ്പാൻ്റെയും മകൻ്റെയും ഇടയിൽ മറയിട്ടു. വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ. തിരമാലകൾ വാപ്പാൻ്റെയും മകൻ്റെയും ഇടയിൽ മറയിടുകയും അങ്ങനെ മകൻ മുങ്ങി മരിക്കുകയും ചെയ്തു. കപ്പലിൽ നിന്ന് ഇറങ്ങിയ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തൻ്റെ മകൻ്റെ കാര്യത്തിൽ പരാതി പറഞ്ഞപ്പോ, സങ്കടം പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക നൂഹേ, അവൻ എൻ്റെ കുടുംബമല്ലല്ലോ എന്ന് പറഞ്ഞു. എന്തിനാ അവൻ്റെ കാര്യത്തിൽ സങ്കടപ്പെടുന്നത്? നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബമല്ലല്ലോ. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, അവൻ സൽക്കർമ്മം പ്രവർത്തിക്കാത്തവനല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിലുണ്ട്. ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം ഇന്നി അഹ്ദുക അൻ തകുന മിനൽ ജാഹിലീൻ. ഫലാ തസ്അൽനി, നൂഹേ നീ എന്നോട് ചോദിക്കരുത്, മാ ലൈസ ലക ബിഹി ഇൽമുൻ, വിവരമില്ലാത്തത് പറയരുതേ. അവൻ നിന്റെ കുടുംബമല്ല, അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുന്നവനല്ല, അവൻ ദുഷ്കർമ്മം പ്രവർത്തിക്കുന്നവനാണ്. സ്വന്തം മകനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞത്. ഓ എൻ്റെ കുടുംബക്കാരനല്ല, ഓ സൽക്കർമ്മം ചെയ്യുന്ന ആളല്ലല്ലോ. സ്വാലിഹിൻ്റെ ബന്ധം സ്വാലിഹിനേറ്റാണ്. സ്വർഗത്തിലേക്ക് ഒറ്റക്ക് പോകാൻ കഴിയൂല എന്നാണ്. സ്വർഗത്തിലേക്ക് കൂട്ടമാണ്. ഒറ്റക്ക് നരകത്തേക്ക് പോകാൻ കഴിയും. സ്വർഗത്തിലേക്ക് കൂട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ വൽ ഫജ്രി സൂറത്തിൻ്റെ അവസാനമുണ്ട്, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. വെയിലത്തൊന്ന് മാറിയിരിക്കും, ഇങ്ങോട്ട് ആ കസാല എടുത്ത് ഇങ്ങോട്ട് ഇരിക്കും. ആടിട്ടോ.
ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ നല്ല മനുഷ്യന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. നിഴലും വെയിലും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല എന്നാണ്, അത് പിശാച്ചിൻ്റെ മക്കാമാണെന്നാണ്. നിഴലും വെയിലും കൂടി ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ നിന്നൊക്കെ മാറിയിരിക്കണം. സ്കൂളിലോ മദ്രസയിലൊക്കെ ആണെങ്കിൽ കുട്ടികളെ അങ്ങനത്തെ സ്ഥലത്തു നിന്ന് മാറ്റിയിരുത്തണം എവിടെയാണെങ്കിലും. അല്ലാഹു നാഫിയ ഇൽമ തരട്ടെ, സന്തോഷത്തിലും റാഹത്തിലും ആക്കി തരട്ടെ. അപ്പോൾ സ്വാലിഹായ മനുഷ്യൻ്റെ ബന്ധു എന്ന് പറയുന്നത് സ്വാലിഹായ മനുഷ്യനാണ്. കാഫിറിൻ്റെ ബന്ധു കാഫിറാണ്, മുഅ്മിൻ്റെ ബന്ധു മുഅ്മിനാണ്. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. നന്മ മുൻതൂക്കമായ ആളുകൾക്ക് അവരുടെ ഏട് വലത് കൈയിൽ മുൻവശത്ത് നൽകപ്പെട്ടാൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, ഒരു ചെറിയ വിചാരണ അവർക്ക് നേരിടും. അതിനുശേഷം വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ്റെ ബന്ധുക്കളിലേക്ക് അവൻ ചെന്ന് ചേരും. സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ്. അതാണ് നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർക്ക് വഴിതെറ്റൂല എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇന്നസ്സലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ, തീർച്ചയായും നിസ്കാരം ഫഹ്ശാ മുങ്കറിനെ തൊട്ട് തടയും എന്ന് പറയാൻ കാരണം, പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ആ ജമാഅത്തിന് കുറേ ആൾക്കാരുണ്ടാവും എങ്കിൽ ആ പള്ളിയിൽ ജമാഅത്തിന് വരുന്ന മറ്റാളുകൾ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് അവനെ തടഞ്ഞു നിർത്തും. തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞാൽ വടിയച്ചാണ് തടുക്കുക എന്നല്ല, അവന് കഴിയൂല, അതാണ്, അവനതിന് കഴിയൂല. അതുകൊണ്ട് അതിനൊക്കെ വലിയ പ്രാധാന്യങ്ങളെ നമ്മൾ നൽകേണ്ടതുണ്ട്. ഗുരുശിഷ്യ ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ഇതുപോലെ തന്നെയാണ് വൈവാഹിക ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കണം. എല്ലാ ബന്ധങ്ങളും, അയൽപക്ക ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എന്നിവകൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്ത്, ഇതൊക്കെ തന്നെയാണ് ശരിക്കും കുടുംബം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സാധാരണ കുടുംബം എന്ന് പറയുന്നത് അഹ്ല് എന്നതിനാണ്. ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ എന്ന് പറഞ്ഞ അഹ്ല്, അതിൽ വരുന്നത് ഭാര്യയും മക്കളും ഭർത്താവും. നിങ്ങൾ അതിൽ ഒന്നാമത് വരിക ഭാര്യയും ഭർത്താവുമാണ്. അതായത് സ്വർഗത്തിലെല്ലാവരും ഭാര്യയും ഭർത്താവുമായിട്ടാണ് കഴിയുക. മക്കളുണ്ടാവില്ല എന്നാണ്, മക്കൾ വേറെ ആയിരിക്കും. പെൺകുട്ടികളൊക്കെ ഓലെ പുതിയാപ്പൻ്റെ ഒപ്പം കെട്ടിച്ചു കൊടുത്ത്, ആൺകുട്ടികളൊപ്പം ഒക്കെ ഓലെ പിന്നെ പെണ്ണുങ്ങളൊപ്പം ഒക്കെ വേറെയാണ്. ഭാര്യയും ഭർത്താവുമായിട്ടാണ്. എവിടെ ഉണ്ട്? സൂറത്തു യാസീനിലുണ്ട്. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തക്കിഊൻ, അവരും അവരുടെ ഇണകളും സ്വർഗത്തിലെ മരത്തിൻ്റെ താഴ്ഭാഗത്ത് ചാരുകട്ടിലിൽ ചെരിഞ്ഞിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവുമാണ്. അതാണ് അഹ്ലി എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. അപ്പം അതുകൊണ്ട് എല്ലാവരും തൻ്റെ അഹ്ലിനെ സംരക്ഷിക്കണം നരകത്തെ തൊട്ട് എന്ന് പറഞ്ഞതിന് ഒന്നാമത് നൽകിയിട്ടുള്ള അർത്ഥം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും നരകത്തെ തൊട്ട് സംരക്ഷിക്കണം എന്നാണ്. ഈ ബോധത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഭർത്താവ് സുബഹിക്ക് നീച്ചില്ലെങ്കിൽ ഭാര്യയ്ക്ക് സങ്കടം വരും. ഒരു വക്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പേരിൽ 50,000, വേറെ അഭിപ്രായത്തിൽ 80,000 കൊല്ലം പരസ്പരം കാണാതിരിക്കേണ്ടി വരുമെന്നാണ്. ഭാര്യൻ്റെ ഒരു നിസ്കാരം നഷ്ടപ്പെട്ടു സുബഹി, എന്നാൽ ഭാര്യയും ഭർത്താവും ഒരു വക്ത് നിസ്കാരത്തിൻ്റെ പേരിൽ 50,000 കൊല്ലം മഹ്ശറയിൽ കാണാതിരിക്കുമെന്നാണ്. 5 കൊല്ലം കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഫാമിലീസ് എടുത്ത് കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ ആൾക്കാർ 50,000 കൊല്ലം കാണാതിരിക്കേണ്ടി വരും. അപ്പം നമുക്ക് സങ്കടം വരും, പഠിച്ചോനെ അങ്ങനെ ഉണ്ട്. അപ്പോൾ വിളിക്കാൻ തോന്നും. ഇന്നിപ്പോൾ പെരയിൽ എന്താ വെച്ചാൽ കാരണന്മാരൊക്കെ സുബഹിക്ക് നീച്ചും, പക്ഷേ ഇളകോതെ നീച്ച് ലൈറ്റിടോതെ പള്ളിയൊക്കെ പോയി അങ്ങനെയൊന്നും ചെയ്യണ്ട. ബാങ്ക് കൊടുക്കണവരെയൊക്കെ ഓക്കെ, തഹജ്ജുദിൻ്റെ നേരത്തൊക്കെ പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും കൂടി വിളിച്ചോണ്ടണ്ട. ബാങ്ക് കൊടുത്താൽ വിളിക്കണം, എല്ലാ ലൈറ്റും ഇടണം, വിളിക്കണം, അങ്ങനത്തെ ശീലം കൊണ്ടുവരണം. ഒക്കെ തന്നെ നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബസംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ കുടുംബസംഘം പല അർത്ഥത്തിലും നടത്തലുണ്ട്. തെക്കേതിലെ കുടുംബസംഗമം, വടക്കേതിലെ കുടുംബസംഗമം, പടിഞ്ഞാറയിലെ കുടുംബസംഗമം, അങ്ങനെയൊക്കെ ഉണ്ടാവും. മേലേതിലെ കുടുംബസംഗമം, താഴത്തേതിൽ കുടുംബസംഗമം, നടുവിലെ കുടുംബസംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉണ്ടാവും. ഇതും അങ്ങനെയല്ല. ഇതിപ്പോൾ ഈ പ്രദേശത്തെ നമ്മളെ മദ്രസയിൽ പഠിച്ച ആളുകളുടെ കുടുംബങ്ങളുടെ ഒരു സംഗമം, അതൊരു കുടുംബം തന്നെയാണ്. എല്ലാ ബന്ധങ്ങളും എല്ലാ കുടുംബങ്ങളും എല്ലാ കൂടിച്ചേരലുകളും സ്വർഗത്തിലേക്കായി മാറണം.
അപ്പോഴാണ് വിജയം എന്ന് പറഞ്ഞത്. ഈ ഒത്തൊരുമിക്കലൊക്കെ ഇതിനേക്കാൾ സന്തോഷകരമായ തരത്തിൽ, ഇതിനേക്കാൾ നല്ല സൗകര്യങ്ങളിൽ, ഇതിനേക്കാൾ നല്ല പായസവും കുടിച്ച്, ഇതിനേക്കാൾ നല്ല പന്തലിൽ, സ്വർഗം എന്ന് പറയുന്നതിലെ ഏറ്റവും ഉന്നതമായ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഉപകാരപ്പെടണം. അപ്പോഴാണ് നമ്മൾ ധന്യമാകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഒരു ഫാത്തിഹ എല്ലാവരും ഓതി. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. നിങ്ങൾക്ക് നിർത്താനായിട്ടുണ്ടാവില്ല, നിങ്ങൾ നേരം വൈകി വന്നതല്ലേ, ഞാൻ നേരത്തെ വന്നതാണേ, അതുകൊണ്ട് ആമീൻ പറയും എല്ലാവരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാഹി കബൂലാക്കണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ഞങ്ങളിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാ. പടച്ചോനെ, സ്വർഗത്തിലെ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഈ സംഗമം ഞങ്ങൾക്ക് നീ ഒരു സബബാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ പല സന്ദർഭങ്ങളിലായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ദുആയിൽ അവരെയും പങ്കുചേർക്കണേ അല്ലാ. രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ലാ. സ്ത്രീകൾ ഒരുപാട് ഒരുമിച്ച് കൂടിയ സദസ്സാണ്. ഖൽബിൻ്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. പ്രായമായവരുള്ള സദസ്സാണ്. ദീർഘായുസ് നൽകണേ അല്ലാ. കുട്ടികളുള്ള സദസ്സാണ്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ കബൂലാക്കണേ അല്ലാ. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിച്ച ഞങ്ങളുടെ സഹോദരങ്ങൾ വലിയ കൂലി നൽകണേ റഹ്മാനെ. അർഹമുർറഹീമായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും സിഹത്തും സലാമത്തും ആഫിയത്തും നൽകണേ അല്ലാ. വിദൂരതയിൽ ഇരുന്നു കൊണ്ട് ഈ പരിപാടി വീക്ഷിക്കുന്നവർ, ഇങ്ങോട്ട് വരണമെന്നുണ്ടെന്ന ആഗ്രഹമുണ്ടെങ്കിലും എത്തിച്ചേരാൻ കഴിയാത്തവർ എല്ലാവർക്കും ഈ സദസ്സിൻ്റെ ഫضല് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആകളിൽ അവരെയും നീ പങ്കുചേർക്കണേ അല്ലാ. ബക്കറ്റിലും അല്ലാതെയുമായി ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയവർ, അല്ലാഹുവേ, അവർക്ക് നീ വലിയ കൂലി നൽകുകയും മുറാദുകളെ ഹാസിലാക്കുകയും രോഗശമനം നൽകുകയും ചെയ്യണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വിധവകൾക്ക് ഖൽബിന് സബ്ർ നൽകണേ അല്ലാ. വിദേശത്തുള്ള സഹോദരങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിൽ വരുമാനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഖാലിഖായ റബ്ബേ, പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ വിഷയങ്ങളിലും നീ ഞങ്ങൾക്ക് പരിഹാരമാകണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم انصر إخواننا في فلسطين. دمر أعداءنا أعداءك وأعداء الدين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.